ആണിന് തന്റെ ജീവിത ചൂട് ഇറക്കി വെക്കാനുള്ള അത്താണിയാണ് ഭാര്യയെങ്കിൽ ഒരു ഭാര്യക്ക് അവളുടെ പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും ഉരുകി ഒലിച്ചു പോകേണ്ടത് ഭർത്താവിന്റെ സാന്നിധ്യത്തിലാണ്. ഇത് ഇതര ജീവികൾക്കൊന്നുമില്ലാത്ത ഒരു ജീവിത ലക്ഷ്യമാണ്. എന്തുകൊണ്ട്? മനുഷ്യേതര ജീവികളെ സംബന്ധിച്ചിടത്തോളം അവരാരും ഇവിടെ അസ്വസ്ഥരായി കഴിയുന്നില്ല. അവർക്കൊന്നും നമ്മളെപ്പോലെയുള്ള ടെൻഷനുകളോ പ്രാരാബ്ദങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ല. കാരണം അവയെല്ലാം വിരിച്ചതിൽ ഉറങ്ങാനും വിളമ്പിയത് ഉണ്ണാനും വിധിക്കപ്പെട്ടവരാണ്. അവരെ ലോകത്ത് പ്രത്യേകമായ നിയമങ്ങളില്ല, നിയന്ത്രണങ്ങളില്ല. അവർ സർവതന്ത്ര സ്വതന്ത്രരാണ്. ഒരു കാക്കക്ക് വേണമെങ്കിൽ നാം വില കൊടുത്തു വാങ്ങിയ നമ്മുടെ വീടും പറമ്പും നിൽക്കുന്ന സ്ഥലത്ത് വന്ന് ആ തെങ്ങിന്റെ മുകളിൽ കൂടുകെട്ടാം. അതിന് പഞ്ചായത്തിൽ പോയി അപേക്ഷ കൊടുത്ത് അംഗീകാരം വാങ്ങേണ്ടതില്ല. ആ പറമ്പിന്റെ ഉടമയായ നമ്മോട് ഒരു വാക്കുപോലും പറയേണ്ടതില്ല. കാക്കക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു കല്യാണം നടക്കുമ്പോൾ ആ കല്യാണത്തിന് കാക്കക്ക് വരണമെങ്കിൽ വിളിക്കപ്പെടണമെന്നില്ല. ഏത് കല്യാണത്തിന് പോകാം. ആരും എന്താ കാക്ക വിളിക്കാതെ വന്നത് എന്ന് വെച്ച് കാക്കയെ കളിയാക്കാറുമില്ല. നമ്മളെ വീട്ടിൽ ആലയിൽ കിടക്കുന്ന ആ പശുക്കുട്ടി, അതിന്റെ തള്ളക്ക് ഒരു ബേജാറുമില്ല. പടച്ചോനെ, എന്റെ കുട്ടി വലുതായി വരികയാണല്ലോ, അതിനെ കെട്ടിച്ചു കൊടുക്കണ്ടേ, എന്താ ഒരു ചിന്തയും നമ്മൾ ആലയിലെ പശുവിനില്ല. എന്താ കാരണം? അവർക്കൊന്നും നിയമക്കുരുക്കുകൾ എന്ന് പറഞ്ഞ ഒന്നില്ല. അവയെല്ലാം അല്ലാഹ് പടച്ചത് നമുക്ക് വേണ്ടിയാണ്. എന്നാൽ മനുഷ്യൻ അങ്ങനല്ല. ഒരു നേരത്തെ ആഹാരം കഴിക്കണമെങ്കിൽ, ഒരു രാത്രി അന്തി ഉറങ്ങണമെങ്കിൽ, ഒന്ന് യാത്ര ചെയ്യണമെങ്കിൽ, വീട്ടിൽ അകത്തിരിക്കാനും പുറത്തിരിക്കാനും എല്ലാറ്റിനും നിയമങ്ങളുടെ ഒരു പെരുമാറ്റച്ചട്ടം മനുഷ്യനുണ്ട്. ഈ പെരുമാറ്റങ്ങളുടെ കുരുക്കിൽപ്പെട്ട മനുഷ്യൻ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി കഠിനമായി പ്രയാസപ്പെടുമ്പോൾ അവൻ ചിന്തിച്ചു പോകുകയാണ്, ഈ ജീവിതം തന്നെ അങ്ങ് അവസാനിപ്പിച്ചാലോ. മനുഷ്യൻ മാത്രമല്ല ആത്മഹത്യ ചെയ്യുന്ന ജീവി. എന്തുകൊണ്ടാണ്? നമുക്കാണ് നിയമക്കുരുക്കുകളുള്ളത്. ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ മാനസിക വിഭ്രാന്തി മനുഷ്യനുണ്ടാകുന്നു. ആ മനുഷ്യന് ശാന്തിയും സ്വസ്ഥതയും തേടി കയറി ചെല്ലാനുള്ളത്, ജീവിതം തോറ്റോടുന്ന സമയത്ത് പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് ലിതസ്കുനൂ ഇലൈഹാ, ആ കുടുംബത്തിലേക്ക് സമാധാനം തേടി ചെല്ലുമ്പോഴാണ്. ഇതാണ് മനുഷ്യരുടെ കുടുംബജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരാൾ കുടുംബത്തിലേക്ക് കടക്കുന്നതോടെ, ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ അയാൾ സന്തുഷ്ടനായിരിക്കണം, സമാധാനമുള്ളവനായിരിക്കണം, പക്വതയുള്ളവനായിരിക്കണം, എല്ലാ അർത്ഥത്തിലും മാനസികമായ നില ഭദ്രമായവനായിരിക്കണം. ആ അർത്ഥത്തിലുള്ള ഒരു കുടുംബമായി നമ്മുടെ കുടുംബം മാറണമെങ്കിൽ കുടുംബത്തിന്റെ സംതൃപ്തമായ ഗമനത്തിനു വേണ്ടി ഇസ്ലാം മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങളെ നമ്മൾ നന്നായി പരിഗണിക്കണം. ഒന്നാമതായി, കുടുംബം എന്ന് പറയുന്നത് ഒരു കൂട്ടു സംരംഭമാണ്. ഒറ്റക്ക് കുടുംബം ഉണ്ടാവില്ലല്ലോ. ഏറ്റവും ചുരുങ്ങിയ ഒരു ഭാര്യ, ഭർത്താവ്, അത് വികസിച്ച് മക്കൾ, അവരെ കല്യാണം കഴിച്ചാൽ പിന്നീട് മരുമക്കള്, പുതിയാപ്പളമാര്, അമ്മായിമ്മ, നാത്തൂന്, അമ്മോശൻ, ഇങ്ങനെ വൈവിധ്യമാർന്ന വൈപുല്യങ്ങൾ നമ്മുടെ കുടുംബത്തിന് രൂപപ്പെടുകയായി. ഇങ്ങനെയുള്ള ഒരു കൂട്ടു സംരംഭത്തിന് നേതൃത്വം കൊടുക്കാൻ ഒരാളെ ഇസ്ലാം നിശ്ചയിക്കുന്നുണ്ട്. ഇതാർക്കും ബോധ്യമാകുന്ന ഒരു മാനദണ്ഡം. ഇപ്പൊ നമ്മുടെ പള്ളി കമ്മിറ്റി 15 മെമ്പർമാരുള്ള ഒരു പള്ളി കമ്മിറ്റിയാണെങ്കിൽ എല്ലാ മെമ്പർമാർക്കും തുല്യ അവകാശമാണോ? അല്ല. ഒരാള് പ്രസിഡന്റാ. പ്രസിഡന്റിന്റെ അധികാരം മറ്റാർക്കുമില്ല. ഇതെല്ലായിടത്തും നമ്മൾ കാണുന്നില്ലേ? നമ്മുടെ മദ്രസ കമ്മിറ്റിക്കുണ്ട്, നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കമ്മിറ്റികൾക്കുണ്ട്, ഇതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തിലുണ്ട്, പാർലമെന്റിലുണ്ട്, ഐക്യരാഷ്ട്രസഭയിലുണ്ട്. ഏതൊരു കൂട്ടു സംരംഭത്തിനും മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കാൻ ഒരു നായകൻ വേണം എന്നത് ശാസ്ത്രീയമായ ഒരു സംവിധാനമായി ലോകം അംഗീകരിച്ചിട്ടുള്ളതാണ്. എന്നതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുന്നു, കുടുംബത്തിന്റെയും ശരിയായ ഗമനത്തിന് ഒരാൾ മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കണം. ഇതിലാർക്കും തർക്കമുണ്ടാവില്ല. ഇനി ആ നേതൃത്വം ആരെ ഏൽപ്പിക്കണം എന്നത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആധുനിക ഫെമിനിസ്റ്റുകൾ പറയും, അങ്ങനെ ഒരു നേതൃത്വത്തെ കുടുംബത്തിൽ ഞങ്ങൾ അംഗീകരിക്കൂല. ഇനി അങ്ങനെ വേണമെങ്കിൽ അത് ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് കൊടുക്കണം എന്നും പറയാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കുക, ഒരു കുടുംബം എന്ന് പറയുന്ന കൂട്ടു സംരംഭത്തിന് എല്ലാ അർത്ഥത്തിലുമുള്ള നേതൃത്വം ആവശ്യമാണെങ്കിൽ ആ നേതൃത്വം അതിന് കൂടുതൽ യോഗ്യതയുള്ളവരെ ഏൽപ്പിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്.
ആ യോഗ്യത ഉള്ളവൻ ആരാണ്? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നു, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫളലല്ലാഹു ബഅ്ദഹും അലാ ബഅദ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. ഇസ്ലാം പ്രകൃതിയുടെ മതമാണ്. എല്ലാം പ്രകൃതിപരമായ നിയമങ്ങളാണ്. അല്ലാഹ് പറയുന്നു, അർരിജാൽ പുരുഷന്മാർ, ഖവ്വാമൂന അലൻ നിസാ സ്ത്രീകൾ ഉൾക്കൊള്ളുന്ന കുടുംബത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ടത് പുരുഷന്മാരാണ്. അല്ലാഹു പറയും, പുരുഷന്മാരെ കൈകളിലായിരിക്കണം കുടുംബത്തിന്റെ മൊത്തം നേതൃത്വം. എന്നിട്ട് അല്ലാഹു ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്നോണം പറയാണ്, ഇസ്ലാമിക സിദ്ധാന്തം അനുസരിച്ച് നാട് ഭരിക്കേണ്ടതും ആണുങ്ങളാണ്, എന്നാല് കുടുംബമെങ്കിലും പെണ്ണുങ്ങൾക്ക് വിട്ടുകൊടുത്തൂടെ എന്നൊരു ചോദ്യം ഉണ്ടാവും. അതിന് അല്ലാഹു നേരത്തെ മറുപടി പറയാണ്, എന്തുകൊണ്ട് ആണുങ്ങളെ കുടുംബത്തിന് നേതൃത്വം ഏൽപ്പിച്ചു? കാരണം ബിമാ ഫളലല്ലാഹു ബഅ്ദഹും അലാ ബഅദ്, സ്ത്രീകൾക്കില്ലാത്ത കുടുംബത്തിന് നേതൃത്വം കൊടുക്കാൻ ആവശ്യമായ ഒട്ടേറെ കഴിവുകളും യോഗ്യതയും അല്ലാഹു പുരുഷവർഗത്തിനാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് പുരുഷന്മാർ കുടുംബത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞത്. അത് ഖുർആന്റെ തന്നെ പല ഭാഗങ്ങളിലും ഹദീസുകളിലുമായി ആ യോഗ്യതകളെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ആരോഗ്യമാണ്. കുടുംബം എന്ന കൂട്ടു സംരംഭത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒന്ന് ഏതാ? ആ കുടുംബത്തിന് ആവശ്യമായ സമ്പാദ്യങ്ങളൊക്കെ അധ്വാനിച്ചുണ്ടാക്കണം. അതിന് നല്ല കായികക്ഷമത വേണം, ആരോഗ്യമുണ്ടായിരിക്കണം. ആരോഗ്യമുള്ള ആൾ ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചാൽ പെണ്ണുങ്ങൾക്ക് പോലും തർക്കമുണ്ടാകൂല. പുരുഷന്മാരെ അപേക്ഷിച്ച് ആരോഗ്യത്തിന്റെ വിഷയത്തിൽ പെണ്ണ് പിന്നിലാണ്. അല്ലേ? നിങ്ങൾ നോക്കൂ, സാധാരണ നമ്മൾ ബസ്സിൽ കയറിയാൽ പിന്നിലെ സീറ്റ് ഡോറിലൂടെ നമ്മൾ കയറിയാൽ ആദ്യം കാണും ഒരു സീറ്റ് അന്ധർക്ക്, പിന്നെ ഒന്ന് വികലാംഗർക്ക്, പിന്നെ മുതിർന്ന പൗരന്മാർക്ക്. ഇനി മുന്നിൽ കൂടെ കയറിയാലോ ഒരു 4-5 സീറ്റ് കാണാ ലേഡീസ്, പെണ്ണുങ്ങൾക്ക്. എന്താ ഇവിടെ ലേഡീസിനെ വികലാംഗന്മാരെ കൂട്ടത്തിൽ എണ്ണാൻ കാരണം? അന്ധന്മാരുടെ കൂട്ടത്തിൽ എന്ത് എണ്ണി? വയസ്സന്മാരുടെ കൂട്ടത്തിൽ എന്ത്? അവർക്കൊരു സംവരണം. അത് ലോകത്തിനറിയാം, പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീ അബലയാണ്. അവർക്ക് ബസ്സിൽ സീറ്റ് സംവരണം വേണം, പുരുഷന്മാർക്ക് ബസ്സിൽ ഒറ്റ സീറ്റും ഇല്ല. പുരുഷന്മാർക്ക് സീറ്റില്ല, പെണ്ണുങ്ങൾക്ക് ഏത് സീറ്റിലും ഇരിക്കാം. ഇനി അവർക്ക് സംവരണം ചെയ്യപ്പെട്ട സീറ്റ് അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഇത് ലോകത്തിനറിയാം. ഇനി നോക്കൂ നിങ്ങൾ, ഇന്ന് പാശ്ചാത്യ നാടുകളിൽ പോലും സ്ത്രീയെ പുരുഷന്റെ ഒപ്പം എത്തിക്കാനുള്ള എല്ലാ പ്രോത്സാഹനവും നടക്കുന്നില്ലേ? എന്നാൽ അവിടെ പോലും നമ്മൾ കാണുന്നില്ല കായികക്ഷമത പ്രകടിപ്പിക്കുന്ന ഒരൊറ്റ മത്സരത്തിലും ആണും പെണ്ണും പരസ്പരം ഏറ്റുമുട്ടുന്നില്ല. ഫുട്ബോളിലെ, വോളിബോളിലെ, ക്രിക്കറ്റ് കളിയിലെ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഹോക്കിയിലെ, അതുപോലെ ഗുസ്തി, ഏത് മത്സരം എടുത്തു നോക്കിയാലും പെണ്ണും പെണ്ണും തമ്മിലാണ് ഏറ്റുമുട്ടൽ. ആണും ആണും വേറെയാണ്. എന്തുകൊണ്ട്? സ്ത്രീ പുരുഷ സമ്പൂർണ്ണ സമത്വം അവകാശപ്പെടുന്ന പാശ്ചാത്യർ പോലും ആണിനോട് ഫുട്ബോൾ മത്സരത്തിൽ ഏറ്റുമുട്ടാൻ പെണ്ണിനെ കോർട്ടിലേക്ക് ഇറക്കുന്നില്ല. എന്തുകൊണ്ട് ഗുസ്തിക്ക് ആണിനോട് ഏറ്റുമുട്ടാൻ പെണ്ണിനെ ഇറക്കുന്നില്ല? വിവരറിയും, അതുകൊണ്ടാണ്. അല്ലേ? അപ്പൊ ലോകത്തിനറിയാം കായിക ബലത്തിൽ ആണും പെണ്ണും തുല്യരല്ല. അതാണല്ലോ പറയുന്നത്, ബിമാ ഫളലല്ലാഹു ബഅ്ദഹും അലാ ബഅദ്. സ്ത്രീകൾക്കില്ലാത്ത ഒരുപാട് കഴിവ് അല്ലാഹു പുരുഷന് കൊടുത്തിട്ടുണ്ട്. ആ ആരോഗ്യം ഉപയോഗിച്ച് അധ്വാനിച്ച് കുടുംബം പുലർത്തുന്നവനല്ലേ യഥാർത്ഥത്തിൽ കുടുംബത്തിന് നേതൃത്വം കൊടുക്കേണ്ടത്? അധ്വാനിക്കുന്നതും ചെലവാക്കുന്ന ഒക്കെ ഒരാള്, നേതൃത്വം വേറൊരാൾ എന്ന് പറഞ്ഞാൽ ഏത് പ്രകൃതിയാണ് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇനി രണ്ടാമത്, ബുദ്ധിപരമായി ആണാണോ പെണ്ണാണോ മുന്നിൽ? നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. അവിടെ നമ്മളെ പെൺകുട്ടികൾ പറയും, അത് വിടി, ആരോഗ്യം വേണം നിങ്ങൾക്ക് തരാ, ബുദ്ധി ഞമ്മക്കാണ്. എന്തേ കാരണം? ഈ അടുത്ത കാലം വരെ SSLCയുടെ റിസൾട്ട് ഒക്കെ വരാറുള്ളത് റാങ്ക് പരുവത്തിലായിരുന്നു. ഇപ്പൊ അത് മാറി. അന്നൊക്കെ നമ്മൾ പത്രങ്ങളിലെ ഫസ്റ്റ് ഹെഡിങ് എന്നെന്താ? റാങ്കുകളെല്ലാം പെൺകുട്ടികൾ തൂത്തുവാരി. അപ്പൊ ആർക്കാ ബുദ്ധി? നിങ്ങളെന്താ ആണുങ്ങൾക്ക് ബുദ്ധി എന്ന് പറയുന്നത്? അതിനെന്താ മറുപടി പറയാ? യഥാർത്ഥത്തിൽ ബുദ്ധിയുടെ മാനദണ്ഡം എന്താണ്? ഒരാൾക്ക് ബുദ്ധിയുണ്ടോ? അയാളുടെ ബുദ്ധി അളക്കാനുള്ള യഥാർത്ഥ അളവ് പോലെ ഏതാണ്? SLC പോലുള്ള ഒരു പരീക്ഷയല്ല, മറിച്ച് ദൈക്ഷണിക ശേഷിയാണ്. പുതിയ കാര്യങ്ങളെ ആലോചിച്ച് കണ്ടെത്താനുള്ള ക്രിയാത്മകമായ സക്രിയമായ ബുദ്ധിയാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധി. SSLC പോലുള്ള പരീക്ഷയിൽ നടക്കുന്നത് എന്താ?
അത് ടെക്സ്റ്റ് പുസ്തകത്തിലുള്ള വിഷയങ്ങൾ, അതുപോലെ നോട്ടിലേക്ക് പകർത്തപ്പെട്ട കാര്യങ്ങൾ, ഇത്തരം വിഷയങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത്. എന്നാൽ അതിലെന്തുകൊണ്ട് ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികൾ മുന്നേറുന്നു എന്ന ചോദ്യത്തിന്റെ മറുപടി അത് പെൺ പ്രകൃതിയുടെ പ്രത്യേകത കൊണ്ടാണ്. നമ്മൾ സാധാരണ കാണാറില്ല, ചിലപ്പം ഇന്നലെ ഇന്ത്യ തോറ്റു ഹോക്കിയിൽ ചില പത്രങ്ങൾ അതിനെ വിലയിരുത്തിയത് എന്താ? അമിതമായ ആത്മവിശ്വാസം. ഇതിനു മുമ്പ് പാകിസ്ഥാനെ തോൽപ്പിച്ചപ്പം ഉണ്ടായ ധൈര്യം ഉണ്ടല്ലോ, ധൈര്യം കൂടിപ്പോയാൽ തോറ്റുപോകും. അങ്ങനെ ഉണ്ട് ഒരു തകരാറ്. ഇതേ സ്വഭാവമാണ് പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെ അപേക്ഷിച്ച് പേടി കൂടുതലാണ്, അവർക്ക് നാണം കൂടുതലാണ്, ഭയം കൂടുതലാണ്. ആൺകുട്ടികൾക്ക് ധൈര്യവും കൂടുതലാണ്, നാണം വളരെ കുറവാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ക്ലാസ്സിൽ നിന്ന് അധ്യാപകൻ ഒരു പദ്യം പഠിപ്പിക്കുകയാണ്, ഈണത്തിൽ ചൊല്ലിക്കൊടുത്തു, കുട്ടികൾ ആരും ശ്രദ്ധിക്കുന്നില്ല, എല്ലാവർക്കും കളിയാണ്. അത് കഴിഞ്ഞ് പിന്നെ അവസാനത്തെ ഒരടവുണ്ട്, ഭീഷണിയാണ്. ഇനി നാളെ വരുമ്പോൾ ആ 21 വരി പദ്യം നിന്ന് ഇവിടുന്ന് ചൊല്ലി തന്നിട്ടില്ലെങ്കിൽ 101 തൊട്ട് ഏത്തടിക്കുന്ന എന്നെ ചെവി പിടിച്ചിട്ടേ. ഈ ഭീഷണി കേൾക്കുമ്പം പെൺകുട്ടികളെ മനസ്സെങ്ങനെ പ്രതികരിക്കുക? പടച്ചോനെ, എന്നെ കൊണ്ടാവൂല, നാളെ ആൺകുട്ടികളെ മുമ്പിൽ വെച്ച് അങ്ങേ ക്ലാസ് നിന്ന് ടീച്ചറും കുട്ടികളൊക്കെ നോക്കി നിൽക്കെ 101 ഏത്തടുക, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നാണവും പേടിയും കാരണം വീട്ടിലെത്തിയ പെൺകുട്ടി അവൾ ഈശാ നിസ്കരിച്ച ഒരൊറ്റ ഇരുത്ത രാത്രി 1 മണി വരെ ഇരുന്ന് ചൊല്ലി ആ പദ്യാട് കാണാപ്പാടം പഠിക്കുകയാണ്. നമ്മൾ ആൺകുട്ടികളെ പ്രതികരണം എന്താ? എന്ത് 101 ഏത്തം, ഈ ഉള്ളവൻ 9-ൽ നിന്ന് 10ലേക്ക് ജയിച്ചത് 1001 ഏത്തം എത്തതിന്റെ ശേഷമാണ്. ഇനി നമുക്ക് 101 എന്താ? ഓനൊരു കെട്ടെന്തോ മട്ടലെടുത്ത് നേരെ പാടത്തുകാട് പോയി. ഓൻ 10 ഓവർ കളിച്ചു. പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യം ഏതാ? ഈ പദ്യം പൂരിപ്പിക്കാനാ. പെൺകുട്ടി പൂരിപ്പിച്ചു, ഓൾ റാങ്കും വാങ്ങിപ്പോയി. ഇതാണ് സാധാരണ പരീക്ഷയുടെ സ്ഥിതിയെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. ബുദ്ധി അളക്കേണ്ടത് ദൈക്ഷണിക ശേഷിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ ഇന്ന് ലോകത്ത് നമുക്ക് ഒരുപാട് നമ്മൾ അനുഭവിച്ചു. തീപ്പെട്ടി മുതൽ ഇന്റർനെറ്റ് വരേക്കുമുള്ള ഒരുപാട് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുണ്ട്. ഈ കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച ബൗദ്ധിക ശേഷി ആണിൻ്റെതാണോ പെണ്ണിൻ്റെതാണോ എന്ന് അന്വേഷിച്ചാൽ 95% ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും പുരുഷന്മാരെ തലയിൽ ഉദിച്ചിട്ടുള്ളതാണ് എന്ന് നിഷ്പ്രയാസം നമുക്ക് കണ്ടെത്താൻ കഴിയും. അള്ളാഹു വെറുതെ പറയില്ല. ബിമാ ഫളലല്ലാഹു ബഅ്ദഹും അലാ ബഅദ്. സ്ത്രീകൾക്കില്ലാത്ത ബുദ്ധി അള്ളാഹു പുരുഷന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ നോക്കൂ, ധൈര്യം, സ്ഥൈര്യം, നിയന്ത്രണശേഷി, ഇതൊന്നും പുരുഷന്റെ അത്ര പെണ്ണിനല്ല കൊടുത്തിട്ടില്ല. നമ്മൾ വീട്ടിൽ നിന്ന് അനുഭവിക്കുന്നില്ലേ? മകനെ വിളിച്ചു, മുഹമ്മദേ ഇങ്ങോട്ട് വാടാ, ഒരു 10 റുപ്യ മത്തി വാങ്ങിയ. ഉമ്മ മകനെ വിളിച്ചു പറഞ്ഞാൽ എന്താ മകന്റെ പ്രതികരണം? പ്ലീസ് ഉമ്മ, ഒരു 10 മിനിറ്റ് വിശ്രമിക്ക്, ഞാൻ ഒരു 5 ഓവർ എറിയട്ടെ എന്ന് പറയും. ഉമ്മ വിളിച്ചാൽ നാ വാപ്പ വിളിച്ചടാ മുഹമ്മദേ, ഓൻ വരുന്ന സ്പീഡ് കണ്ടു, ഞങ്ങള് ക്യാച്ച് പിടിക്കാൻ വരുന്ന സ്പീഡിലായിക്കൂലേ. അങ്ങനെ വാങ്ങിപ്പോയി മത്തിയായിട്ട് തിരിച്ചു വന്ന് ഇനി എന്തെങ്കിലും വാങ്ങണോന്ന് ചോദിച്ചു. എന്തൊരു സജീവാണ്! എന്താ ഇതിന്റെ കാരണം? ആണിന്റെയും പെണ്ണിന്റെയും നിയന്ത്രണത്തിൽ വ്യത്യാസമുണ്ട്. സ്കൂളിൽ വെച്ച് നമ്മളൊക്കെ അത് അനുഭവിച്ചതല്ലേ. ടീച്ചർമാർ വരുമ്പോൾ കുട്ടികൾക്ക് സന്തോഷാണ്, മാഷിർമലേശം ബേജാറാണ്. എന്താ കാരണം? നിയന്ത്രണത്തിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ബുദ്ധി കൂടുതലുള്ള, കായികക്ഷമത കൂടുതലുള്ള, ധൈര്യവും സ്ഥൈര്യവുമുള്ള, നിയന്ത്രണശേഷിയുള്ള പുരുഷൻ അവൻ കുടുംബത്തിന് മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കണം. ഇസ്ലാമിന്റെ മാനദണ്ഡമാണ്. കുടുംബത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് പുരുഷൻ പിന്നോട്ട് പോയാൽ ആ കുടുംബം ഒരിക്കലും സന്തുഷ്ട കുടുംബമാകുകയില്ല. നോക്ക് നിങ്ങൾ, അല്ലാഹുവിന്റെ ഖുർആൻ എല്ലാ വിഷയത്തിലും നമുക്ക് ഉപമകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പ്രത്യേകം പറഞ്ഞതാണ്. ഖുർആനിൽ ഞാൻ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ പോലും പറയുന്നതിൽ എനിക്ക് നാണമില്ല. അതൊരു മൂട്ടയുടെ ഉദാഹരണം പറയുന്നത് പോലും എനിക്ക് നാണമില്ല എന്നൊരിടത്ത് പറഞ്ഞത് കാണാം. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല പറഞ്ഞതോ, പരിശുദ്ധ ഖുർആനിൽ വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മസൽ വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദലാ. മനുഷ്യർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളിലും ഖുർആനിൽ ഞാൻ ഉപമ പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ അല്ലാഹു സൂറത്തുൽ അൻകബൂത്തിൽ നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ചും കുടിലിനെ സംബന്ധിച്ചും ഒരു ഉദാഹരണം പറഞ്ഞത് കാണാം. വ ഇന്ന ഔഹനൽ ബുയൂതി ലബൈത്തുൽ അൻകബൂത് ലൗ കാനൂ യഅലമൂൻ. വ ഇന്ന ഔഹനൽ ബുയൂത്, വീടുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നിന്ദ്യത അനുഭവിക്കുന്ന വീട്, ഒരു കുടുംബത്തിൽ ഏറ്റവും നിന്ദ്യമായ കുടുംബം അതേതാണ്?
ലബൈത്തുൽ അങ്കബൂത്ത്, അത് ചിലന്തിയുടെ വീടാണ്. ലൗ കാനൂ യഅലമൂൻ, നിങ്ങൾ കാര്യങ്ങളെ അപഗ്രഥിച്ചു മനസ്സിലാക്കുകയാണെങ്കിൽ എന്നുകൂടി അല്ലാഹ് ചേർത്ത് പറയുന്നുണ്ട്. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ജീവശാസ്ത്രം എന്ന് പറയുന്ന ശാസ്ത്രശാഖക്ക് അടിത്തറ പാകിയ പണ്ഡിതന്മാർ അവരാണ്. യൂറോപ്യർ കക്കയും ഞണ്ടും ഒക്കെ പെറുക്കി നടക്കുന്ന കാലഘട്ടത്തിലെ ബൃഹത്തായ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ ഈ ഭൂമിയിലെ ജീവജാലങ്ങളെ സംബന്ധിച്ച് മുസ്ലിം പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. അവര് പറയുന്നു, ചിലന്തി എക്കാലവും മനുഷ്യന്റെ ശ്രദ്ധയാകർഷിച്ച ഒരു ജീവിയാണ്. ആയിരക്കണക്കിന് ജാതിയും ഉപജാതിയും ഒക്കെ അതിലുണ്ട്. നമ്മുടെ നാടുകളിൽ പോലും വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തരം ചിലന്തി. എന്താണ് അതിന്റെ സവിശേഷത? അവയുടെ കൂട്ടത്തിലെ പെൺചിലന്തികൾ വല്ലാത്ത വണ്ണും വലുപ്പമായിരിക്കും. ആണുങ്ങളാണെങ്കിലോ പറ്റ ക്ഷീണിച്ച ആരോഗ്യം കുറഞ്ഞ ചെറിയ സാധനങ്ങളും. അതുകൊണ്ട് തന്നെ ഈ പെണ്ണിനെ പേടിച്ചുകൊണ്ടാണ് ഭർത്താവായ ആൺ ചിലന്തി നടക്കുക. പെണ്ണയ്ക്കും മുന്നിൽ നടക്കുക, മറ്റോ അങ്ങനെ ബാക്കിൽ ഇങ്ങനെ പോവുക ചെയ്യുക. എപ്പോഴും പേടി, ഓള് തിരിഞ്ഞ ഓൻ പായി. ആ ജാതി ബേജാറിലാണ് ഇവരെ ജീവിതം. ഇനി സന്താനോൽപാദന പ്രക്രിയ പോലും അബദ്ധത്തിലോ അശ്രദ്ധയിലോ കഴിയുമ്പോഴാണ് സാധിപ്പിച്ചെടുക്കുക. അങ്ങനെ മുട്ടയിട്ട് കഴിഞ്ഞാൽ പെൺചിലന്തി എന്താ ചെയ്യുക? ഒരു വെള്ള പെട്ടിയിലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുകൊടുക്കും. നമ്മളൊക്കെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാകുമ്പോഴൊക്കെ ഒരു പെട്ടിയായിട്ട് ഇങ്ങനെ നടക്കാണ്ടില്ല ചിലന്തി, അതാണ് ആള്. അത് പെൺചിലന്തിയാണ്. അതിന്റെ മുട്ട വിരിഞ്ഞു കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു ചാടിയാൽ ആദ്യമായി ഈ പെൺചിലന്തി ചെയ്യുന്ന വേല എന്താണ്? തന്റെ പ്രിയപ്പെട്ട ഭർത്താവും ഈ കുട്ടികളുടെ പിതാവുമായ ആൺ ചിലന്തിയെ കൊന്നു തിന്നുന്നു. എന്നിട്ട് കുടുംബത്തിന്റെയും മക്കളുടെയും സമ്പൂർണ്ണ നിയന്ത്രണം പെണ്ണ് ഏറ്റെടുക്കുന്നു. ഇതുകൊണ്ടാണത്രേ അല്ലാഹ് പറഞ്ഞത്, വ ഇന്ന ഔഹനൽ ബുയൂത്തി ലബൈത്തുൽ അങ്കബൂത്ത്, ചിലന്തി ഭരിക്കുന്ന പെൺചിലന്തി ഭരിക്കുന്ന വീടാണ് ഏറ്റവും നിന്ദ്യതയുള്ള വീട്. അത് നമുക്കും പാഠമാണ്. നമ്മളുടെ ഇടയിൽ ചില കുട്ടികളൊക്കെ അങ്ങാടിയിൽ ഇറങ്ങി ഹറാം പറപ്പ് കളിക്കുമ്പം കാരണവന്മാര് പറയാം, അതങ്ങനെ ഉണ്ടാവൂ, അവിടെ ഓള കയ്യിലാ ഭരണം, ഓനൊരു പെങ്കൂസനാണ്. സഹോദരന്മാരെ, ആണുങ്ങൾ അവരുടെ ദൗത്യം മറന്നുപോയാൽ നമ്മൾ കുടുംബം കൊണ്ട് കണ്ണീര് കുടിക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടെ നമ്മളെ മുമ്പിൽ വലിയ പ്രശ്നമുണ്ടോ? ഒന്ന്, നമ്മൾ വിദേശികളാണ്, പലരും പ്രവാസികളാണ്, നാട്ടിലുണ്ടാവില്ല. അപ്പൊ എന്താ ചെയ്യാ? കുട്ടീനെ നമ്മളെന്താ നോക്കൂ? ഓള് നോക്കല്ലാതെ. സഹോദര, നമുക്ക് അള്ളാഹു വിദേശത്തേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കിയപ്പോഴേക്ക് അതിന് പറ്റിയ ഉപകരണങ്ങളും സഹായങ്ങളും ഒക്കെ അള്ളാഹ് ചെയ്തു തന്നിട്ടുണ്ടല്ലോ. ഈ കുടുംബവുമായി നിരന്തരം ബന്ധപ്പെടുകയും നമ്മൾ എവിടെയായിരുന്നാലും നിയന്ത്രണവും കൺട്രോളും നമ്മുടെ തന്നെ കൈകളിലായിരിക്കണം. എല്ലാം ഭാര്യമാരെ ഏൽപ്പിച്ച് 2 കൊല്ലം കൂടുമ്പോ ഒന്ന് വന്ന് അതിന്റെ അടുക്ക് ആവശ്യമുള്ള ഡ്രാഫ്റ്റും പണമൊക്കെ അയച്ചു കൊടുത്താൽ നമ്മൾ കുടുംബം നിയന്ത്രിക്കുന്നവരാകുകയില്ല. എവിടെയായിരുന്നാലും നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകരുത്. അതിനെന്താണ് ഗൾഫുകാർക്ക് മാർഗം? എല്ലാ കുട്ടികൾക്കും ഫോൺ ചെയ്യുക എന്ന് പറഞ്ഞത് സാധാരണ ശരാശരി ഗൾഫുകാരനെ സംബന്ധിച്ചിടത്തോളം പ്രയാസാണ്. കാരണം ഇവിടുന്ന് അങ്ങോട്ട് വിളിക്കുന്നേക്കാൾ ചെലവ് അവിടുന്ന് ഇങ്ങോട്ട് വിളിക്കാൻ. അങ്ങനെ എല്ലാവർക്കും ഫോൺ ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരു മാസത്തെ ശമ്പളത്തിന്റെ നല്ലൊരു ഭാഗം ഫോൺ കോളിന് വേണ്ടി പോകും. പിന്നെ എളുപ്പമുള്ള ഒരു മാർഗമുണ്ട്, അത് കത്തെഴുത്താണ്. പക്ഷേ മടിയന്മാരായ മലയാളികൾ ആ പരിപാടി നിർത്തിയത് കൊണ്ട് തന്നെ ഇപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിനെ പൂട്ടാൻ പോവുക. അവരൊക്കെ നിലനിൽക്കുന്നത് വേറെ ചില പണ ഇടപാടുകളിലൂടെയാണ്. ഇന്ന് പോസ്റ്റൽ സംവിധാനം തന്നെ നിലനിൽക്കുന്നത്. കത്തയക്കാൻ ആർക്കും താല്പര്യമില്ല. എഴുത്ത് എന്നത് മറന്നുപോയി. ഇതുകൊണ്ടുണ്ടാകുന്ന ദുരന്തം ചെറുതല്ല. ഇപ്പൊ സാധാരണ എന്താ ചെയ്യുക? ഒരാൾ ഗൾഫുകാരൻ ഭാര്യയെ വിളിച്ച് പറയും എല്ലാ സംഗതികളും, ഇതൊക്കെ വേണ്ട പോലെ ചെയ്യണേ, ഉപ്പാനോട് അത് പറഞ്ഞേക്ക്, ഉമ്മാനോട് ഇത് പറഞ്ഞേക്ക്, കുട്ടിക്ക് അത് ചെയ്ത് കൊടുക്ക്, ആ പൈസ അവിടെ കൊടുക്ക്, മറ്റത് ഇവിടെ കൊടുക്ക് എന്ന് പറഞ്ഞ് ആ ബന്ധം തീരുകയാണ്. ഇത് പോരാ, ഒരു പൈസ പോലും ചെലവില്ലാതെ ദിവസവും എന്നോണം നമ്മളെ നാട്ടിലേക്ക് നമ്മളെ അടുത്തുനിന്ന് ആളുകൾ വരുന്നുണ്ട്. അവരെ കയ്യിൽ ഒരു കത്ത് എഴുതി കൊടുക്കാൻ നമ്മൾ മടി കാണിച്ചു പോകരുത്. സഹോദരന്മാരെ, കത്ത് എന്ന് പറയുന്നത് വല്ലാത്ത സ്വാധീനമുള്ള ഒരു വസ്തുവാണ്. ഇതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ ആദ്യമായി മനുഷ്യനെ വിദ്യാഭ്യാസം പഠിപ്പിച്ചതിന്റെ വിഷയത്തെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണ് അല്ലാഹ്. അത് നമ്മൾ കളഞ്ഞു കുളിക്കരുത്. നിങ്ങൾ നോക്കൂ, നമ്മൾ ഭാര്യക്ക് സ്വന്തമായി കത്തെഴുതണം, ഉമ്മാക്ക് എഴുതണം, വാപ്പക്ക് എഴുതണം. ഓരോ കുട്ടികൾക്കും സെപ്പറേറ്റ് കത്തെഴുതുകയും ആ കത്തിൽ അവന് കൊടുക്കേണ്ട ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, പഠനകാര്യം, നിസ്കാരത്തിന്റെ കാര്യം, കൂട്ടുകെട്ടിനെ സംബന്ധിച്ച്, ഉമ്മയോടുള്ള പെരുമാറ്റത്തെ സംബന്ധിച്ച്, കലാലയങ്ങളിലുള്ള പെരുമാറ്റത്തെ സംബന്ധിച്ച് ഇതൊക്കെ നമ്മൾ എഴുതി
അവനൊരു കത്തയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 100 തവണ അടുത്ത് വിളിച്ച് ഉപദേശിക്കുന്നതിനേക്കാൾ കത്ത് ഫലപ്രദമാണ്. കത്ത് നമ്മൾ സ്വകാര്യമായി വളരെ ശാന്തമായി വേറെ സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടെ വായിക്കാൻ കഴിയുന്ന ഒരു സാധന. അതിന് വലിയ സ്വാധീനമുണ്ട് മനുഷ്യർക്കിടയിൽ. നമ്മളത് നിർത്തിക്കളയരുത്. അങ്ങനെ കുട്ടിക്ക് നിങ്ങളൊരു കത്തയച്ച അവന് നമ്മൾ 100 തവണ അടുത്ത് വിളിച്ച് ഉപദേശിക്കുന്നതിനേക്കാൾ കത്ത് ഫലപ്രദമാണ്. കത്ത് നമ്മൾ സ്വകാര്യമായി വളരെ ശാന്തമായി വേറെ സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടെ വായിക്കാൻ കഴിയുന്ന ഒരു സാധന. അതിന് വലിയ സ്വാധീനമുണ്ട് മനുഷ്യർക്കിടയിൽ. നമ്മളത് നിർത്തിക്കളയരുത്. അങ്ങനെ കുട്ടിക്ക് നിങ്ങളൊരു കത്തയച്ച അവന് തന്നെ എന്തൊരു ഒരു അഭിമാനമായിരിക്കും. മദ്രസ പോകുമ്പോ ഇവൻ ഈ കത്ത് പുസ്തകത്തിൽ വെച്ച് പോവും, പകുതി പുറത്ത് കാണിച്ചുകൊണ്ടാ പോവാ. സദർ ഉസ്താദ് ചോദിക്കുക, എന്താടാ കത്ത്? അപ്പോൾ കുട്ടികളൊക്കെ നോക്കിയാ അതിലിവൻ കത്തിങ്ങോട്ട് ഊരിയാണ്. ഇത് എന്റെ ഉപ്പച്ചി അയച്ച കത്താണ്, ദാ മണക്കിലില്ലേ, ദുബായിന്ന് വന്നതാ. എന്താ കത്തിലുള്ളത്? അത് പൊളിച്ചിട്ടുണ്ടോന്ന് 100 നാവ് കൊണ്ടൊരു വായന. ഈ കുട്ടിക്ക് എന്ത് സന്തോഷമായിരിക്കും എന്നറിയോ? അങ്ങനെ നമ്മളെ നിയന്ത്രണം എവിടെയാണെങ്കിലും ഉണ്ടാവണം. എല്ലാം ഭാര്യമാരെ ഏൽപ്പിച്ച് വിട്ടേച്ചു പോകരുത്. അള്ളാന്റെ റസൂല് പറയുന്നു, കുടുംബത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നവൻ അതിൽ പിന്നാക്കം പോയാൽ അത് വമ്പിച്ച പാതകമാണ്. അള്ളാന്റെ ഹബീബ് പറയുകയാണ്, ഇതാ കുടുംബത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ട പുരുഷന്മാർ അവരെങ്ങാനും അവന്റെ ആ നേതൃപദവി വേണ്ട പോലെ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ അവന് കുറ്റങ്ങളുടെ കെട്ടുവേണോ, വേറെ തെറ്റൊന്നും ചെയ്യേണ്ടതില്ല. അത് തന്നെ എമ്പാടും ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തു